അസ്സലാമു അലൈക്കും. ജുമാ കഴിഞ്ഞ് ആരും എഴുന്നേറ്റ് പോകരുത്. ഖതീബ് എന്നുള്ള നിലക്ക് ഒരു മർമ്മപ്രധാനമായ വിഷയം അവതരിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ആരും എഴുന്നേറ്റ് പോകരുത്. എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ, ഇവിടെ മൂല്യമാർക്ക് അല്ലെങ്കിൽ ഖാദിമാർക്ക് ചെലവിന് കൊടുക്കണം. അത് മഹലിന്റെ ബാധ്യതയാണ്. അപ്പൊ ആ മഹല് ഉള്ള നിവാസികള് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്, സത്യസന്ധമായ കാര്യമാണ്. എന്നാൽ ഇന്നത്തെ സമൂഹം 100 ഉറുപ്പ്യ 150 ഉറുപ്പ്യ തന്നിട്ട് മൂല്യർ എന്ന് പെരയിലും അല്ല, അവിടെ പെണ്ണുങ്ങളില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നൊരു സമ്പ്രദായമുണ്ട്. അത് എല്ലാ മൂല്യമാരും ചെയ്യുന്ന പ്രവൃത്തി. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മൂല്യമാരും എല്ലാവരും ഒരുപോലെയല്ല. ഏതെങ്കിലും ഒരു ഹറാം പറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മൂല്യമാരുടെ ആ ഘടകത്തിന് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, മൂല്യമാർക്ക് ചെലവിന് കൊടുക്കണം എന്നുള്ള വ്യക്തമായ ഹദീസ് ഉണ്ട്. എന്താണ് ആ ഹദീസ് എന്നറിയുമോ? അക്ലു കുല്ലു ഖതീബുക്കും കുല്ലിയു സലാത്ത മറ ലഹം ബകുബ്സാ. അക്ലു നിങ്ങൾ തീറ്റിക്കണം, കുല്ലു ഖതീബുക്കും എല്ലാ ഖതീബമാരെയും, കുല്ലിയു സലാത്ത മറ എല്ലാ ദിവസവും 3 നേരവും, ലഹം ബകുബ്സാ റൊട്ടി നിറച്ച് നിങ്ങൾ തീറ്റിക്കണം കേട്ടോ. റൊട്ടി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കട്ടിയില്ലാത്ത അരിപ്പത്തിരിയാണ്. അപ്പോ എല്ലാവരും അത് ചെയ്യണം. ഇത് കേട്ട സമയത്ത് മൊല്ലാക്കൊന്ന് മുരടനനക്കി. ഞാൻ പറഞ്ഞത് മൊല്ലാക്കാക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി പറഞ്ഞ ഹദീസ് ഒന്നുമല്ല. മൊല്ലാക്കാക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2 വാക്കേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ആ വാക്ക്? ലാ തനഹയാ മൊല്ലാ, ലാ തനഹയാ മൊല്ലാ നിസ്ബുല്ലി നിസ്ബുല്ലക്കു അതാ കുല്ലു ഖൗമും ജാഹിലീൻ. എന്താ അതിന്റെ മായന? ലാ തനഹയാ മൊല്ല, നിങ്ങൾ തൊണ്ട നനക്കണ്ട, മുരട നനക്കണ്ട. നിസ്മുല്ലി നിസ്ബുല്ലക്കും കിട്ടിയാല് പൗതിയാണ്. അതാ കുല്ലു ഖൗമും ജാഹിലീൻ. ഈ കൗമൊക്കെ ജാഹിലീങ്ങളാണ്, ഒന്നും തിരിയാത്തോലാണ്. മുണ്ടണ്ട. അപ്പോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടതുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിപ്പരത്തി പോകുന്നില്ല. അപ്പൊ മൂല്യമാർക്ക് ചെലവിന് കൊടുക്കണം എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. അത് സംഭവിച്ചിരിക്കണം. അത് 5 തട്ടുള്ള പാത്രത്തിൽ അടിയിൽ കഞ്ഞിന്റെ വെള്ളോ, അതിന്റെ മുകളിലെ പാത്രത്തിൽ ചോറ്, അതിന്റെ മുകളിലെ പാത്രത്തിൽ കോഴിയിറച്ചിയാണെങ്കിൽ കോഴിയിറച്ചി, ആടർച്ചിയാണെങ്കിൽ ആടർച്ചി, ഈ സാധാ പോത്തർച്ചിയാണെങ്കിൽ പോത്തർച്ചി, അതിന്റെ മോളെ പപ്പടം പൊരിച്ചത് അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ, ആദ്യത്തെ മോളെ ഉപ്പേരി അനുബന്ധ സാധനങ്ങളും വെക്കണ്ടേ 5 തട്ട് പാത്രോ അത് ഫേമസ് ആക്കി കൊടുത്തത് മൂല്യമാര് തന്നെയാണ്. എന്നിട്ട് അതൊക്കെ പാട് വെച്ചിട്ട് അതിനാ സ്പൂൺ കൊണ്ടൊരു ലോക്കും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ് ചൂടാറാതെ നേരത്തിന് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരേണ്ട ബാധ്യത ഈ മഹലിന്റെ നിവാസികൾക്കുണ്ട്. മറക്കണ്ട മക്കളെ. അസ്സലാമു അലൈക്കും.